അമേരിക്ക ഇസ്രായേൽ ഇറാൻ വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് അല്ലെങ്കിൽ മണിക്കൂറിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ട്രൂത്തിൽ കൂടെ കൊടുത്ത ഒരു ത്രെട്ടുണ്ട്. അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന അൺപാർലമെൻ്ററി വേർഡ്സാണ്. പക്ഷെ അത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ എത്രമാത്രം ആംഗ്രി അതിനകത്ത് കാണാൻ സാധിക്കും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 ദിവസം 48 hours, അതായത് അമേരിക്കൻ ടൈമാണ് ട്യൂസ്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലാകുമ്പോൾ അത് വെനസ്ഡേ എന്ന് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വെനസ്ഡേയിൽ ഈ പറയുന്ന ഹോർമസ് സ്ട്രെയിറ്റ് ഇറാൻ പൂർണ്ണമായിട്ടും അൺകണ്ടീഷൻ ഇല്ലാതെ തുറന്നു കൊടുത്തില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഇറാനെ സ്റ്റോൺ ഏജിലോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഗ്ലോബലായിട്ടുള്ള ഡിബേറ്റുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഒരു കാര്യം കൃത്യമാണ്, അമേരിക്ക ഇത് 15 ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസൽ കൊടുത്തു. അത് ഇറാൻ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാനും ടർക്കിയും ഈജിപ്തും കൂടെ ചേർന്ന് 45 ദിവസത്തേക്ക് സീസ് ഫയർ, ആ പ്രപ്പോസലും ഇറാൻ തള്ളിക്കളഞ്ഞു. ഈ തള്ളിക്കളഞ്ഞതിൻ്റെ കാരണം അവർക്കറിയാം, ഈ 45 days എന്ന് പറയുന്നത് എന്താണ് റീഗ്രൂപ്പിംഗ് 2 ഭാഗത്തും ഉണ്ടാകും. അത് ഇറാന് കൂടുതൽ സെറ്റ് ബാക്ക് ഉണ്ടാകും എന്ന് പറയാം. പക്ഷേ ഈ പ്രപ്പോസലൊക്കെ പറയുമ്പോൾ തന്നെ ഇത് അമേരിക്ക കൊടുത്താണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മീഡിയേറ്റർ എന്ന റോളിൽ ഇവരത് പ്രപ്പോസല് ഫോർവേഡ് ചെയ്തു. പക്ഷെ അത് ഇറാൻ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് ചില മീഡിയ പറയുന്നു. ഇറാനിയൻ ഒഫീഷ്യൽസ്, അതായത് ഒഫീഷ്യലായിട്ടുള്ള അവരുടെ മീഡിയ ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ധരിക്കാൻ സാധിക്കും. അതായത് ഞാൻ ഈ വീഡിയോ ഇന്ന് വൈകിട്ട് ഈ സമയത്താണ് ചെയ്യുന്നത്. ഏകദേശം ഇന്ത്യൻ സമയം 5:30 ചെയ്യുന്നത്. അപ്പം ഈ സമയം മുതൽ ഇത് കഴിഞ്ഞ് ഏകദേശം 3-4 മണിക്കൂർ കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ F-15 എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നുണ്ട് മീഡിയയായിട്ട്. ആ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അതിനെപ്പറ്റി എങ്ങനെയാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ആ സമയം കാണാം. എന്താണ് ഈ പറയുന്ന ഡെഡ്ലൈനുമായി ബന്ധപ്പെട്ട് ഇത്ര സീരിയസ് ആയിട്ട് ലോകം മുഴുവനും നോക്കിക്കാണുന്നതിൻ്റെ കാര്യമുണ്ട്. ഒന്നാമത്, UAE ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹോർമുസ് തുറക്കുന്ന അമേരിക്ക തുടങ്ങാൻ പോകുന്ന ഈ ഇറാനെ നശിപ്പിക്കുന്ന ഇറാൻ്റെ പവർ പ്ലാന്റുകളും ബ്രിഡ്ജുകളും, അതേപോലെ തന്നെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നു ഇറാൻ്റെ ഗ്യാസ് ഹബ്ബ്, അതായത് പാരസ് ഗ്യാസ് ഹബ്ബ്, അവിടെ പല സ്ഫോടനം കേട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ സംഭവങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാൻ ഈ പറയുന്ന ഖത്തർ ഗ്യാസിൻ്റെ അവിടെ കയറി അറ്റാക്ക് ചെയ്യും. 100% ഉണ്ടാകുന്ന കാര്യമാണ്. UAE ഡയറക്റ്റായിട്ട് ഈ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ഏറ്റവും കീ പോയിൻ്റാണ്, UAEയിലും ദുബായിലും അബുദാബിയിലും ഇവരുടെ ഗ്യാസ് ഫെസിലിറ്റി ആണെങ്കിലും മറ്റുള്ള പവർ ഫെസിലിറ്റി ആണെങ്കിലും അവിടെയും കയറി അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി. കാരണം ഇറാന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാനുള്ളത് ഈ കുവൈറ്റും അബുദാബിയും ദുബായും ഈ ഖത്തറും ഒക്കെയാണ്. കാരണം ഇസ്രായേൽ അല്പം ഡിസ്റ്റൻസ് കൂടുതലാണ്. അവർ ഏകദേശം 50 മിസൈലോ ഡ്രോൺ വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്തൊരു 90-95% അത് ഇന്റർസെപ്റ്റ് ചെയ്ത് പോകാറുണ്ട്. കാരണം അവർക്കറിയാം അതൊരു വರ್ತല്ല ഈ പറയുന്ന ഇസ്രായേലിലോട്ട് ഇത്രയും ഡിസ്റ്റൻസിൽ അവരുടെ മിസൈൽ വിടുന്നതും ഡ്രോൺ വിടുന്നത് അത് നശിക്കുകയാണ് ഏറ്റവും കൂടുതൽ. ചില സമയത്ത് ഡബ്രീസ് ഒക്കെ വീണ് പലയിടത്ത് സ്ഫോടനങ്ങളുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ഇന്റർസെപ്ഷൻ കറക്റ്റായിട്ട് നടക്കാത്തപ്പോഴും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില വൈറ്റലായിട്ടുള്ള പല ഇൻസ്റ്റലേഷനും, പ്രത്യേകിച്ച് ഹൈഫ എന്ന് പറയുന്ന ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. അവിടെ പോർട്ടുണ്ട്, അതേപോലെ റിഫൈനറി ഉണ്ട്. അതിൻ്റെ സൈഡിലും പല ഭാഗത്തായിട്ടും വീണിട്ടുണ്ട്. മനസ്സിലാക്കുക, ഇന്ന് വരെ ഇവർ കാര്യമായിട്ട് അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ കീ സ്ട്രക്ചേഴ്സ്, അതായത് ഡേ ടു ഡേ സംഭവങ്ങളാണ് ഈ പറയുന്ന അവരുടെ പവർ പ്ലാന്റ്, അതേപോലെ ഡീസാലിനേഷൻ, അതേപോലെ തന്നെ അവരുടെ ഓയിൽ, പിന്നെ റോഡുകളും ബ്രിഡ്ജുകളും.
കാരണം കണക്ടിവിറ്റി. അപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോണം, അമേരിക്കൻ കാൽക്കുലേഷൻസിൽ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനൊരു വലിയ രീതിയിലുള്ള അറ്റാക്ക് ഇറാനിൽ ആ രീതിയിൽ അവരുടെ കീ ഇൻഫ്രാസ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ടും തീർന്നു പോകും. കാരണം ഒരു രാജ്യത്ത് പവർ ഇല്ലാതെ, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് 100% നിങ്ങൾക്കും അറിയാം. നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇറാന് ഈ പറയുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവർ പലതവണ തെർമൽ തുടങ്ങി ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ അവർക്ക് ന്യൂക്ലിയർ പവർ ഉണ്ട്. പക്ഷെ ആ ന്യൂക്ലിയർ പവറിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല, വലിയ രീതിയിലില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ് ബേസ്ഡ് ആണ്. അതായത് ഇറാൻ്റെ ഗ്യാസ് തന്നെ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി. പിന്നീട് അവരുടെ കുടിവെള്ളം പോലും, കാരണം അവരുടെ ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇറാൻ്റെ ഡാമുകളിലാണെങ്കിൽ ഈ വെള്ളം അതിരൂക്ഷമായിട്ട് കഴിഞ്ഞ സമ്മറിലാണെങ്കിൽ, ഇപ്പോഴത്തെ സമ്മർ തുടങ്ങാൻ പോകുന്ന ആ സമയത്തൊന്നും കാര്യമായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ പറയാൻ പോകുന്ന ഏത് രീതിയിലായിരിക്കും ഇറാൻ ഇതിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയെ ബാധിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യക്കാരെയും ബാധിക്കും. അറിയാൻ പറ്റുന്ന റിപ്പോർട്ട്, ഈ മിഡിൽ ഈസ്റ്റ്, അതായത് UAEയും സൗദിയും ഈ വാറിൽ ഏർപ്പെടുമ്പോൾ, അതായത് ഡയറക്റ്റായിട്ട് ഈ വാറിൽ ഏർപ്പെടുമ്പോൾ അവരുടെ കീ ഇൻസ്റ്റലേഷനും ബിസിനസ് സെൻറ്റേഴ്സിന്, കൊമേഴ്ഷ്യൽ ഹോട്ടൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ രാജ്യങ്ങളും, അതായത് UAE ആണെങ്കിലും ഖത്തറും കുവൈറ്റും സൗദി അറേബ്യ ആണെങ്കിലും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നതാണ്, ഇപ്പോൾ ഡെബ്രീസ് വന്ന് വീണാൽ തന്നെ, അല്ലെങ്കിൽ ഇതേപോലുള്ള മിസൈലുകൾ, ഷോർട്ട് റേഞ്ച് മിസൈലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ചില കീ ഇൻസ്റ്റലേഷനൊക്കെ വന്നു കഴിഞ്ഞ് വലിയ പൊട്ടിത്തെറിയും ബഹളമൊക്കെ ഉണ്ടാകും. ഉറപ്പായിട്ടും ആളുകൾ കൊല്ലപ്പെടും. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ഉറച്ചു നിൽക്കുകയാണ്, അമേരിക്ക ഹോർമുസ് പിടിച്ചു കൊടുത്തില്ല എങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും, ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലെ ലൈഫ് എന്ന് പറയുന്നത്, അവരുടെ ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഓയിലാണെങ്കിലും ഗ്യാസും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ച് ഈ രാജ്യങ്ങൾ ഒട്ടകത്തിൻ്റെ ഏജിലോട്ട് GCC രാജ്യങ്ങൾ പോകും. അത് മനസ്സിലാക്കുക. ഇറാനെ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ട, അവിടെ ജോലി ചെയ്ത് നാട്ടിൽ കഴിയുന്നവർ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ആ രാജ്യങ്ങളിലെ പത്രങ്ങളാണ്, ആ രാജ്യങ്ങളിലെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ഇറാൻ റെജീമിനെ പറയുന്നത് ടെറർ റെജീം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ, അതായത് UAE അവിടെയുള്ള ഇറാനിയൻസിനോട് അവിടുന്ന് പൊയ്ക്കോളാൻ പറയുന്നത്. അതായത് UAE കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ വാറിൽ ആരൊക്കെയാണ് ഇറാനെ അവരുടെ രാജ്യത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്കെതിരെയുള്ള ആക്ഷനും ആ രാജ്യം വളരെ താമസിക്കാതെ എടുക്കാനുള്ള പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ UAE എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്തു. കാരണം ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ ഹോർമുസ് തുറക്കാൻ വേണ്ടി അവരെ സഹായിക്കാതിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഫ്രാൻസ് ആണെങ്കിൽ, ഫ്രാൻസ് അതിൻ്റെ അകത്ത് നിന്ന് ഡബിൾ ഗെയിം കളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ പല ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് ഏവിയേഷൻ ആണെങ്കിലും മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റിനും വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് UAE. അവർ പലതിൻ്റെ അകത്തുനിന്നും വിഡ്രോവൽ കൊടുക്കുന്നു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ചിത്രം അറിയത്തില്ല. കാരണം ഇതൊരു ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ പക്ഷേ ഇതൊന്നും ഈ രാജ്യം നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഈ വാറ് കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള പഴയ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അവരെ സഹായിച്ചില്ല. ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം ഇവിടെ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ അവർക്ക് ബേസ് ഉണ്ട്. പക്ഷേ ഇത്രമാത്രം സന്ദർഭം ഉണ്ടായിട്ട് പോലും ഹോർമുസ് തുറക്കാൻ വേണ്ടി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ സഹായിച്ചില്ല എന്നുള്ള പ്രശ്നം വളരെ കൃത്യമായിട്ട് മുന്നിലുണ്ട്. കാരണം ഹോർമുസിനെ വെച്ചാണ് ഇറാൻ ഹോസ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഈ കളിച്ച ഗെയിം മുഴുവനും കളിച്ചത്. അപ്പോൾ ഇതിനൊരു ജിയോ പൊളിറ്റിക്സിനകത്തൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടാകും വരാൻ പോകുന്ന ദിവസങ്ങളിൽ. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ട്രംപ് ഉപയോഗിച്ച ഭാഷയാണെങ്കിലും ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയുന്നത് അതിനെപ്പറ്റിയൊക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാകും.
ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ അറബ് രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. കാരണം ആ രാജ്യങ്ങളെല്ലാം അമേരിക്കയിൽ ഹ്യൂജ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ട്രംപ് അവിടെ വന്ന് 2-3 ട്രില്യൺ ക്രോസ് ആണ് അങ്ങോട്ട് കൊണ്ടുപോയേക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയാണ് അവരുടെ ഗോഡ് ഫാദർ. അതുകൊണ്ടാണ് അവർ അമേരിക്കയുടെ കൂടെ ഉറച്ചു നിൽക്കുന്നത്. കാരണം അത് അമേരിക്കയ്ക്ക് അത് സിമെന്റഡ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹോർമുസ് പിടിച്ചെടുക്കുക മാത്രമല്ല, ഇറാനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കണം. അതായത് ആദ്യം ചില ഇന്ത്യൻ പത്രങ്ങൾ, ചില ഇന്റർനാഷണൽ പത്രങ്ങൾ, ചില ആൾക്കാരൊക്കെ പറയുന്നു റെജീം ചേഞ്ച് ഇപ്പം അമേരിക്ക മാറ്റി ഹോർമുസിന്റെ കാര്യമാണ്. ഹോർമുസ് എന്ന് പറയുന്നത് അടിയന്തരമായിട്ടുള്ള സംഭവമാണ്. കാരണം എക്കോണമി സ്റ്റാഗ്നേറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ പേരിലാണ് ഹോർമുസ് തുറക്കണം എന്ന് തന്നെ പറയുന്നത് അമേരിക്ക, ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഹോർമുസ് തുറക്കും, മറ്റുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഗാസയിൽ അറ്റാക്ക് ഉണ്ടായി, ഏകദേശം 2 വർഷം നീണ്ടു നിന്നു ഗാസ അറ്റാക്ക് പൂർണ്ണമായിട്ടും നിൽക്കാൻ വേണ്ടി. ഗാസ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് അല്ല, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ ഹമാസ് എന്ന് പറയുന്ന ടെറർ ഗ്രൂപ്പാണ്. പക്ഷെ അതിന് സമയമെടുത്ത് ഇവരെ പൂർണ്ണമായിട്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ 70-80% തകർക്കാൻ ഇത്രയും സമയമെടുത്തു. അപ്പം ഇറാൻ എന്ന് പറഞ്ഞൊരു 9 കോടിയുള്ള രാജ്യത്തെ അപ്പൊ എത്ര ദിവസം എടുക്കും? ഈ പറയുന്ന മിസൈലും ഉണ്ട്, ഈ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ അതിനൊരു സമയം എടുക്കും. അപ്പൊ അതാണ് കാരണം. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഈ 48 മണിക്കൂർ, അതായത് നാളെ ഇത് തീരുന്ന സമയമാണ്. അതിനൊറ്റ ഉദ്ദേശമുള്ളൂ, ഇറാനെ കംപ്ലീറ്റ് കത്തിച്ച് ദൂരെ കളയുക, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. ഇറാൻ പറയുന്നത് തിരിച്ച് അറബ് രാജ്യങ്ങളെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയുള്ള പോസിബിലിറ്റി എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യമാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഖർഗും ഈ പറയുന്ന ടെഹ്റാനും ഒക്കെ അമേരിക്ക ഓപ്പറേഷനിലാണ് അമേരിക്കൻ പൈലറ്റുകൾ അവിടുന്ന് അവർക്ക് മിസ്സായി കഴിഞ്ഞപ്പോൾ അവരെ എങ്ങനെയാണ് തിരിച്ചെടുത്തത്, എങ്ങനെയാണ് നിക്കോളാസ് മൊഡ്രോവിനെ ദൂരെ കളഞ്ഞത്, ഇതേപോലെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം. അതായത് ഇറാൻ്റെ മുകളിൽ കയറി മെയിൻ പൂർണ്ണമായിട്ട് ഈ അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുക. അതാണ് ജിയോ പൊളിറ്റിക്സ് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം. ഈ അറബ് രാജ്യങ്ങളുടെ നാളത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അതാണ് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകാൻ പോകും. കാരണം ഈ രാജ്യത്തിന് സെക്യൂരിറ്റി വേണം. ഇറാൻ എന്ന് പറയും ഇതേപോലൊരു രാജ്യമാണ്, അതിലെന്തും ചെയ്യും. അപ്പോൾ അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ റീബിൽഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിനു വേണ്ടി ഒരു രാജ്യം വേണം എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ. അത് ഏറ്റവും നല്ല ഇസ്രായേലാണ്. കാരണം അമേരിക്ക സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്ത ഗ്ലോബലായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇസ്രായേലിനെ വെച്ച് കൈകാര്യം അങ്ങ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്ന ചില രാജ്യങ്ങളുണ്ട്, ഇതുകൊണ്ട് നശിച്ചു പോകുന്ന ചില രാജ്യങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും സെറ്റ് ബാക്ക് കിട്ടിയ ചില രാജ്യങ്ങളുണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അവർക്ക് സെറ്റ് ബാക്ക് അല്ല, അവരുടെ ട്രാവലിംഗ് നടക്കുന്നില്ല, അവരുടെ ടൂറിസം നടക്കുന്നില്ല, അവരുടെ എയർക്രാഫ്റ്റുകൾ അങ്ങനെ പല രാജ്യത്ത് കൊണ്ട് ഇട്ടിരിക്കുകയാണ്, അത് നടക്കുന്നില്ല. അതൊക്കെ ഒരു ടെമ്പററി ആണ് ഈ സംഭവങ്ങൾ. അതുപോലെ എക്കോണമിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അത് ഗെയിൻ എന്ന് പറയുന്നത് പിന്നീടുണ്ടാകുമ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന നല്ലപോലെ കിട്ടിക്കഴിയും ഈ രാജ്യം വീണ്ടും പൂർണ്ണമായിട്ടും തിരിച്ചു വരും. പക്ഷെ ഇറാൻ്റെ ഗതികേടെന്ന് പറയുന്നത് വീണ്ടും ഇത് അമേരിക്ക ഏറ്റെടുത്ത് തന്നെ ആ രാജ്യത്തെ മാറ്റിയെടുക്കണം. അതാണ് ഫർദറായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും വരാൻ പോകുന്ന മണിക്കൂറിനുള്ളിൽ ഇറാൻ്റെ ഭാവിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും.